ശ്രീ എ പി അനിൽകുമാർ MLA കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇവിടെ ലീഗിനെ സ്വാഗതം ചെയ്യുക ഇല്ലെങ്കിൽ പ്രശംസിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇ പി ജയരാജൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് ലീഗില്ലാതെ ജയിക്കാനാകില്ല. ലീഗ് തനിച്ച് മത്സരിച്ചാൽ പോലും ലീഗിന് സീറ്റ് നേടാൻ കഴിയും, പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ തരത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കിടക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പൊ ഇ പി ജയരാജൻ മുമ്പും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ CPM നേതാക്കൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ്. ഞങ്ങളത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗ് അംഗീകരിക്കാൻ അവർ തയ്യാറായി. മുസ്ലിം ലീഗ് UDF ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞവരാണ് അവർ. ഞങ്ങളത് മുസ്ലിം ലീഗിന്റെ മതേതര നിലപാട് എപ്പോഴും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതിനെ എതിർത്തവർ ഇന്ന് മുസ്ലിം ലീഗിനെ അംഗീകരിക്കുവാനും മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കുവാനും തയ്യാറായി എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട്, മുസ്ലിം ലീഗുമായിട്ടുള്ള സമീപനം ശരിയായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിം ലീഗ് എവിടെ പോകണം, മുസ്ലിം ലീഗ് എവിടെ പോകണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ജയരാജനല്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത, അവരുടെ നിലപാടുകളിലെ രാഷ്ട്രീയ വിശ്വാസ്യത എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ പാർട്ടി ശരിയാണ്. പക്ഷേ സമീപകാലത്തെ പ്രശ്നങ്ങൾ, പലസ്തീൻ വിഷയമുണ്ട്, ഇപ്പോൾ അയോധ്യ പ്രശ്നമുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ അകറ്റാൻ, പ്രത്യേകിച്ച് ലീഗിനകത്തു നിന്ന് രണ്ട് നേതാക്കളാണ് CPMന്റെ അഭിപ്രായത്തോട് ഇല്ലെങ്കിൽ അവരുടെ ക്ഷണത്തോടൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന്റെ അകത്തു നിന്ന് തന്നെ വലിയ എതിർപ്പ് കോൺഗ്രസിനോട് തോന്നാനുള്ള സാധ്യതയില്ലേ? മുന്നണി അവർക്ക് ബുദ്ധിമുട്ടായി തോന്നില്ലേ? പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുപോലെ വളരെ സജീവമായിരുന്നല്ലോ. CPM വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്താണ്. അധികം നാളായിട്ടില്ല. പക്ഷേ കോഴിക്കോട് സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്ന് സംസാരിച്ചതും പ്രസ്താവിച്ചതും, ബഹുമാന PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സംസാരിച്ചതും നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് പോലും മാഞ്ഞു പോയിട്ടില്ല. കോൺഗ്രസുമായിട്ടുള്ള മുസ്ലിം ലീഗ് ബന്ധം എത്രമാത്രം സുദൃഢമാണ്, ശക്തമാണ് എന്നുള്ളത് തെളിവാണ് അന്നത്തെ പ്രസ്താവന ഒക്കെ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വൈകുന്നേരവും CPM നേതാക്കള് ഇത് പറയുന്നതിനൊക്കെ അനുസരിച്ച് UDF നേതാക്കളോ മുസ്ലിം ലീഗ് നേതാക്കളോ അവരുടെ ഒരു പരസ്പരമുള്ള വിശ്വാസം ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. CPMന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇന്ന് CPMനില്ല. CPMന്റെ നിലവിലുള്ള സാഹചര്യം ഇന്ന് ജനങ്ങൾ പൂർണ്ണമായി ഗവൺമെന്റ് എതിരാണ് എന്ന തിരിച്ചറിവ് CPMനുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒക്കെ കിട്ടുമോ എന്ന് അവർ ശ്രമിക്കുക. അല്ല, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു കോംപ്രമൈസിംഗ് ലൈൻ ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും ലീഗിനെ അസ്വസ്ഥപ്പെടുത്താനുള്ള സാധ്യതയില്ലേ? കോൺഗ്രസ് ആരോട് സ്വീകരിക്കുന്ന കോംപ്രമൈസ് ലൈനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് എക്കാലത്തും കോൺഗ്രസിന്റെ നിലപാട് ഇന്നത്തെ നിലപാടല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലുള്ള നിലപാടാണ്. നിങ്ങളെ പോലുള്ളവർ കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാണ് കോൺഗ്രസിന് മുമ്പും ഒരു നിലപാടേ ഉള്ളൂ. പാലസ്തീൻ കാര്യത്തിലായാലും ബാബറി മസ്ജിദിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. കോൺഗ്രസിന് പറയേണ്ട അഭിപ്രായങ്ങൾ ആ പറയേണ്ട സമയത്ത് തന്നെ പറയും. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇടക്കാലത്തൊരു സമയം വീണ് കിട്ടിയപ്പോൾ കോൺഗ്രസ് പോലെ പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും, ആലോചിച്ച് തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുന്ന അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു ഹിന്ദു ബേസിനെ സംരക്ഷിക്കുന്ന ഒരു ലൈൻ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഹിന്ദുക്കളെയും ഞങ്ങൾ സംരക്ഷിക്കും, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാവരെയും. അതാണല്ലോ കോൺഗ്രസ് രാജ്യത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല വോട്ടിന്റെ പേരിൽ ഞങ്ങൾ നിലപാട് മാറ്റുന്ന ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ പലരും ആഗ്രഹിച്ചല്ലോ, അയോധ്യയിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് എന്താവും? ശക്തമായ നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്? അവിടെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടല്ലേ കോൺഗ്രസ് എടുത്ത്? മറിച്ചൊരു നിലപാടെടുത്തോ? വോട്ടായിരുന്നോ ഞങ്ങളുടെ മുന്നിൽ? പിന്നെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരാജയം, 19 നിന്ന് 20 നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയാണ് CPMനുള്ളത്. അതിൽ നിന്ന് കരകയറാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുകയാണ്. നീന്തലറിയാത്ത കുട്ടികൾ വെള്ളത്തിൽ വീണ കാലിട്ടടിക്കുക, അതുപോലെ കാലിട്ടടിക്കുകയാണ് ഇന്ന് CPM എന്ന കേരള രാഷ്ട്രീയത്തിൽ. അതിന്റെ പ്രതിഫലനമാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ. ഞങ്ങൾ അത്രേ അതിനെ കാണുന്നുള്ളൂ. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. പ്രത്യേകിച്ച്